ശ്രീ ഗോപകുമാർ, ഇന്ന് ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തും എന്നായിരുന്നു SFI DYFI പ്രവർത്തകർ കരുതിയത്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയില്ല. സ്വാഭാവികമായും അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കുക ആയിരുന്നു അവരുടെ ഉദ്ദേശം. അതിനുള്ള ഒരുക്കത്തോടെയാണ് വന്നത്. പക്ഷേ അത് പൊളിഞ്ഞു. വൈസ് ചാൻസലറെ കിട്ടാത്തതുകൊണ്ട് നേരെ ചാൻസലറായ ഗവർണറുടെ രാജ്ഭവനിലേക്ക് വെച്ചുപിടിച്ചു. നോക്കൂ, ഇന്നും ഈ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർക്ക് ഫയലുകൾ കൈമാറുന്നുണ്ട്. വൈസ് ചാൻസലർ അത് അറിഞ്ഞു, അത് വിലക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും കേരള സർവകലാശാലയിലെ ഇടത് അനുഭാവികളായിട്ടുള്ള ജീവനക്കാർ ഫയൽ കൈമാറുന്നു. ഈ ഫയലാവട്ടെ അല്ലാത്ത ഫയലുകളാവട്ടെ എല്ലാം കൈമാറുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളൊക്കെ സംശയിക്കുന്നത് പോലെ കേരള സർവകലാശാല ഭരണം അത് അട്ടിമറിച്ച് സമാന്തര സംവിധാനം കൊണ്ടുവരാനുള്ള ഒരു ഗൂഢനീക്കമാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ ഇപ്പോൾ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സമരം SFI ആണ് അല്ലെങ്കിൽ DYFI ആണ് സമരമുഖത്തുള്ളതെങ്കിലും സാക്ഷാൽ CPM നേരിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു സമരമാണ് എന്ന് നമുക്ക് വ്യക്തമായി. അതെങ്ങനെ വ്യക്തമായി എന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസം SFIയുടെ സമരം നടക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലേക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് വരിക, അത് കേരളത്തിലെ ഈ ഒരു പുതിയ അനുഭവമാണ്. നമ്മൾ പല വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാറുണ്ട്. അപ്പൊ ആ സമരമുഖത്തേക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന വളരെ ഉത്തരവാദിത്വമുള്ള സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ സെക്രട്ടറി നേരിട്ട് ആ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഈ സർവകലാശാലയ്ക്കെതിരെ അക്രമമാർഗത്തിലൂടെയുള്ള സമരം ചെയ്യൂ എന്ന് കൽപ്പിക്കുകയാണ്. അതെന്ത് സന്ദേശമാണ്? അത് കേട്ടിട്ട് അതിൽ നിന്ന് പ്രചോദനരായിട്ട് വിദ്യാർത്ഥികള് സർവകലാശാലയിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളുടെ മുത്തശ്ശി മദർ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ആ തരത്തിൽ പാരമ്പര്യമുള്ള ഏതാണ്ട് നൂറാണ്ട് പിന്നിടാൻ പോകുന്ന ഈ സർവകലാശാലയുടെ പ്രധാന കവാടം ചവിട്ടിപ്പൊളിച്ചകത്ത് കയറുകയാണ്. അതിന്റെ ഗ്രില്ല് തുറന്നകത്ത് പോകുന്നു. പല ഭാഗത്തു നിന്നും കുട്ടികൾ അതിക്രമിച്ച് കയറുകയാണ്. കുട്ടികളെന്ന് ഞാൻ പറയുന്നെങ്കിലും അവർ അക്രമികളാണ്. അപ്പൊ ഈ അക്രമികള് അതിനുള്ളിലേക്ക് കടക്കാൻ പോകുന്ന സമയത്ത് സർവകലാശാലയ്ക്ക് സുരക്ഷ ഒരുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസുകാർ അവരെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ആ സർവകലാശാലയെ സംരക്ഷിക്കേണ്ട, സുരക്ഷ ഒരുക്കേണ്ട പോലീസുകാരെ സമരക്കാരായ കുട്ടികളെ അല്ലെങ്കിൽ അക്രമികള് കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയാണ്. സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്ക്, പ്രത്യേകിച്ച് വൈസ് ചാൻസലറുടെ ചേംബർ, രജിസ്ട്രാറുടെ ഓഫീസ്, പ്ലാനിംഗ് ഡയറക്ടർ ഓഫീസ്, ഇത്തരത്തിൽ വളരെ 3 ലെയർ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള സർവകലാശാലയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് അക്രമികള് അതിക്രമിച്ച് കയറുകയാണ്. അവർക്ക് എല്ലാവിധ ഒത്താശയും ഒരുക്കി അവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു നിലയിലേക്ക് കേരളത്തിന്റെ പോലീസ് മാറി. അപ്പൊ കേരളത്തിലെ സർവകലാശാലയ്ക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസ് അവിടെ പരാജയപ്പെട്ടു. സർവകലാശാലയിൽ തനതായിട്ടുള്ള സുരക്ഷാ സംവിധാനമുണ്ട്, സെക്യൂരിറ്റി വിഭാഗമുണ്ട്. അവർ താരതമ്യേന പോലീസിനെ പോലെ അത്ര വലിയൊരു ഫോഴ്സ് അല്ല. അവരാദ്യമേ പരാജയപ്പെട്ടു. അവരെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് പുറമേ നിന്നുള്ള സംസ്ഥാനത്തിന്റെ പോലീസിനെ കൊണ്ടുവന്നത്. അപ്പോ പോലീസിന്റെ സാന്നിധ്യത്തിൽ SFIക്കാർ നടത്തുന്ന സമരത്തിൽ CPM സെക്രട്ടറി വന്ന് നിങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് പ്രേരണയാകുന്നത് പോലെ തന്നെ ഈ പറയുന്ന പോലീസിനും ആഭ്യന്തര വകുപ്പിനുമുള്ള സന്ദേശം കൂടിയാണ്. ഞങ്ങൾ ഈ സർവകലാശാല തകർക്കും, ഈ സർവകലാശാലയെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ കാഴ്ചക്കാരായിട്ട് നിന്നാ മതി എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുത്തത്. അതുകൊണ്ടാണ് അവർ അതനുസരിച്ച് ആക്ട് ചെയ്തത്. ഇവിടെ ബഹുമാനപ്പെട്ട ശശികുമാർ സാർ ഒരു കാര്യം പറഞ്ഞു, ഈ സമരത്തിന്റെ ഉദ്ദേശത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇപ്പോ ഈ സർക്കാർ പൊതുമണ്ഡലത്തിലെ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിന്റെ അടക്കം വീഴ്ച, സർക്കാർ കെട്ടിടങ്ങൾ, ആശുപത്രികൾ തകർന്നു വീണ ആളുകൾ മരിക്കുന്നു, പാവങ്ങൾ മരിക്കുന്ന, സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. ഏറെക്കുറെ അത് വേണമെങ്കിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇന്നലെയും ഇന്നുമൊക്കെ കേരളത്തിന്റെ പൊതുശ്രദ്ധ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് സർവകലാശാലകളാണ്. അപ്പൊ അതിൽ അവർ വിജയിച്ചു എന്ന് പറയാം. മറ്റൊരു ഗൂഢലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഈ മുന്നണി അധികാരത്തിൽ വന്നതിന്റെ 4ാം വർഷം അല്ലെങ്കിൽ ഈ സർക്കാരിന് 4ാം വാർഷികം ആഘോഷിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ സമയത്ത് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവർ പ്രധാനപ്പെട്ട ഒരു ബില്ല് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. സ്വകാര്യ സർവകലാശാലകൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാനുള്ള ഒരു ബില്ല് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. ആ ബില്ല്
ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ പരിഗണനയിലിരിക്കുകയാണ്. ആ ബില്ല് നിയമമായി കഴിഞ്ഞാൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വലിയ കച്ചവടത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ കച്ചകെട്ടി ഇരിക്കുന്ന സ്വകാര്യ സർവകലാശാല ലോബികൾക്ക് വേണ്ട ഒരു സാഹചര്യം ഇവിടെ, അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ പരുവപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിലവിൽ നന്നായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിന്റെ സ്വീകാര്യത നേടിയിട്ടുള്ള നമ്മുടെ സർവകലാശാലകൾ ഇതേ അവസ്ഥയിൽ പോകുന്നത് സ്വകാര്യ ലോബികൾക്ക് ഇവിടെ വലിയ നേട്ടം കൊയ്യാൻ സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി കൂടിയാണ് CPM ഈ തരത്തിൽ ഒരു സമരം ആവിഷ്കരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ നിലവിലുള്ള സർവകലാശാലകളെ തകർത്ത് സ്വകാര്യ ലോബികൾക്ക് അവസരമൊരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതുകൂടി ഈ സമരത്തിന്റെ പിന്നിലെ ഉദ്ദേശമായിട്ട് എനിക്ക് തോന്നുകയാണ്. അതാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്.